നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നു. നിങ്ങൾ കളിച്ച് കളിച്ച് തമാശകളൊക്കെ പറയുന്നു. നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട് ആ ടൈം. പക്ഷേ വൈകിട്ട് അല്ലെങ്കിൽ ഒരു രാത്രിയാകുമ്പം ബെഡ്റൂമിലോട്ട് വരുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ വൈഫ് ഡിസ്റ്റർബ്ഡ് ആവുന്നത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും നിങ്ങളോട് സ്നേഹം ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ നിങ്ങളോട് സ്നേഹം ഇല്ലെങ്കിൽ ഇവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങളുടെ കൂടെ ഈ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യില്ലല്ലോ. അപ്പം എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തെങ്കിലും ഒരു സെക്ഷൽ ഇഷ്യൂ ഈ സ്ത്രീ ഫേസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കില്ലേ ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പം നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അതോ നിങ്ങളുടെ വൈഫിന് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിന് നിങ്ങളോട് സ്നേഹം ഇല്ല എന്നൊരു കുറ്റബോധം ഉണ്ടാക്കി വീണ്ടും അവരെ സെക്സിന് വേണ്ടി ഫോഴ്സ് ചെയ്യുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? ഫീമെയിൽ സെക്ഷൽ ഡിസ്ഫങ്ഷൻസിനെ പറ്റി വേണ്ടത്ര നോളജ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഇത്തരത്തിൽ ബിഹേവ് ചെയ്യുന്നത്. ഒരു 3 മാസം കണ്ടിന്യൂസ് സെക്സിന് വേണ്ടി ട്രൈ ചെയ്തതിന് ശേഷവും വെജൈനൽ ഏരിയയിൽ ഭയങ്കരമായിട്ടുള്ള വേദന അനുഭവപ്പെടുക, അല്ലെങ്കിൽ ഇൻ്റർകോഴ്സ് സക്സസ്ഫുൾ ആവാതെ വരിക, ഈ ഒരു അവസ്ഥയാണ് വജൈനിസ്മിസ് എന്ന് പറയുന്നത്. വജൈനിസ്മിസ് ഒരു സെക്ഷൽ ഡിസ്ഫങ്ഷൻ ആണ്. അതോടുകൂടി ഇതൊരു ബയോളജിക്കൽ കണ്ടീഷനുമാണ്. പക്ഷെ പാസ്റ്റ് ട്രോമാസ് അല്ലെങ്കിൽ ആൻസൈറ്റി പോലെയുള്ള സൈക്കോളജിക്കൽ റീസൺസും വജൈനിസ്മിസിന് കാരണമായേക്കാം. അപ്പോൾ ഈ സൈക്കോളജിക്കൽ റീസൺസ് എന്താണെന്ന് കണ്ടെത്തി അത് വേണ്ട രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ ഒരു സൈക്കോളജിസ്റ്റിന് കഴിയും. ഓർക്കുക, നിങ്ങളെ കേൾക്കാനും മനസ്സിലാക്കാനും ഞങ്ങളുണ്ട്.